ദി ഏവറേജ് ഓഫ് ഫസ്റ്റ് 5 മൾട്ടിപ്പിൾ ഓഫ് 3 ഈസ്. അത് ആദ്യത്തെ 3ൻ്റെ 5 ഗുണിതങ്ങളുടെ ശരാശരി കാണാനാണ്. അപ്പോൾ ഈ 3ൻ്റെ 5 ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു സമാന്തര ശ്രേണിയിലായിരിക്കും പോവുക. ഈ സമാന്തര ശ്രേണിയുടെ ശരാശരി എന്ന് പറഞ്ഞാൽ ആ ശ്രേണിയുടെ നടുവിൽ വരുന്ന മധ്യത്തിൽ വരുന്ന പദമായിരിക്കും. അപ്പോൾ 5 പദങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ വരെ മൂന്നാമത്തെ പദം. ഇതിൽ മൂന്നാമത്തെ പദം കണ്ടുപിടിച്ച ഉത്തരേ. ഇപ്പോൾ മൂന്നാമത്തെ പദം പറയുന്നത് ഫസ്റ്റത്തെ പദം 3ൻ്റെ ഗുണിതങ്ങളിലെ ഇപ്പോൾ 3നെ 3 കൊണ്ട് ഗുണിച്ചിരിക്കുന്നതായിരിക്കും മൂന്നാമത്തെ പദം എത്ര 9. ഇത്രേ ഇത് ചെയ്യാനുള്ളൂ. ഇനി വേണം കുറച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് വേണം പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ആദ്യം 3ൻ്റെ 5 ഗുണിതങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തെ ഗുണിതം 3, രണ്ടാമത്തെ 6, പിന്നെ 9, പിന്നെ 12, പിന്നെ 15. അപ്പോൾ ഇതാണ് നമ്മൾ ആ സംഖ്യകൾ എന്ന് പറയുന്നത്, 3ൻ്റെ ആദ്യത്തെ 5 ഗുണിതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒന്നെങ്കിൽ ശരാശരി ഇതൊക്കെ കൂട്ടിയിട്ട് 5 കൊണ്ടിരിക്കും. അത് അത്രയും സമയം നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കുകയുള്ളൂ. ചെയ്താൽ ഇതിലേക്ക് ഉത്തരത്തിൽ തന്നെ കൂട്ടിക്കഴിഞ്ഞാൽ 45 കിട്ടും. 45 5 കൊണ്ടരിച്ചാൽ 9 കിട്ടും. ഇനി അതിലൊരു സമാന ശ്രേണിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സമാന ശ്രേണിയിലെ നടുവിൽ വരുന്ന പദം അതായിരിക്കും അതിൻ്റെ ഏവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നടുവിൽ വരുന്ന ഏതാ 9 ആണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏവറേജ്. അപ്പോൾ അതും നമ്മൾ എത്രാമത്തെ പദമാണ് മനസ്സിലാക്കാൻ ടോട്ടൽ എത്ര പദമുണ്ട്. അതൊരു ഒറ്റസംഖ്യയാണെങ്കിൽ നടുവിൽ വരുന്നതാണ് ഒരു സംഖ്യ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഒറ്റസംഖ്യയാണ്, എണ്ണം ഒറ്റസംഖ്യ 5 എണ്ണമാണ്, നടുവിൽ വരുന്ന ഒരു സംഖ്യ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഒന്ന് കണ്ടുപിടിക്കുക. ആ ആകെ എണ്ണത്തിന് ഒന്ന് കൂട്ടുക, പകുതി എടുക്കുക. ഇവിടെ ആകെ 5 സംഖ്യകളുണ്ട്, 5നോട് ഒന്ന് കൂട്ടിയാൽ 6, 6/2 3. ആ മൂന്നാമത്തെ പദമായിരിക്കും ഇതിൻ്റെ ശരാശരി എന്നാണ്. ഇവിടെ മൂന്നാമത്തെ പദം കാണാനാണ് എളുപ്പവഴി അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ ഇരട്ടസംഖ്യയാണ്, അതും കൂടി അറിഞ്ഞിരിക്കണം. ഇപ്പോൾ തന്നിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ 7 തന്നു, 14 തന്നു, 21 തന്നു, 28 തന്നു. അപ്പോൾ ഇതിൻ്റെ ഏവറേജ് എത്രയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നടുവിൽ എന്ന് പറയുന്നത് ഒരു പദമല്ല, അവിടെ 2 പദങ്ങൾ നടുവിലുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഏവറേജാണ് നടുവിൽ 2 കണ്ടുപിടിച്ച് അതിൻ്റെ ഏവറേജ് എടുക്കണം എന്നതാണ്. ഇനി അതല്ല ഫസ്റ്റ് പദവും അവസാന പദവും അറിയെങ്കിൽ അതിൻ്റെ ഏവറേജ് എടുത്താലും മതി. ഇവിടെ നമുക്ക് ആ രീതിയിലൊക്കെ തന്നെ എടുക്കാം. ഇവിടെ ആദ്യത്തെ പദവും അവസാന പദത്തിൻ്റെയും ഏവറേജ് നമുക്ക് എടുക്കാം. ഇനി അതല്ല നേരെ നടുവത്തെ പദങ്ങൾ അങ്ങനെയും കാണാം. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഏവറേജ് കാണാം. ഒന്നെങ്കിൽ നടുത്തി 2 പദങ്ങൾ കാണണം, അല്ലെങ്കിൽ ആദ്യത്തെ പദവും അവസാനത്തെ പദവും നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ഏവറേജ് കണ്ടാൽ മതി. ഇങ്ങനെ പല മെത്തേഡുണ്ട്. ഫസ്റ്റ് പദവും ലാസ്റ്റ് പദവും കിട്ടിയെങ്കിൽ നമുക്ക് ഏവറേജ് കാണാം. അത് രണ്ടും നമ്മൾ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. സമാന ശ്രേണിയുടെ ശരാശരി കാണുന്ന രീതിയാണ് കേട്ടോ പറഞ്ഞത്. ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് ഇത്ര ചെയ്യാനേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാം.